സ്പെയിനിനെ വീഴ്ത്തിയാണ് ഇന്ത്യ പാരീസിൽ വെങ്കലം സ്വന്തമാക്കിയത്. 2-1 എന്ന സ്കോറിനാണ് ടീം ഇന്ത്യ വിജയം കൈവരിച്ചത്. കളിയുടെ 18-ാം മിനിറ്റിൽ സ്പെയിനാണ് മുന്നിലെത്തിയത്. എന്നാൽ മൂന്നാം ക്വാർട്ടറിൽ 3 മിനിറ്റിലൂടെ 2 ഗോളുകൾ നേടി ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഇന്ത്യക്ക് നിർണായക ലീഡ് സമ്മാനിക്കുകയായിരുന്നു. പിന്നീട് ഗോൾ വഴങ്ങാതെ ഇന്ത്യ പ്രതിരോധം തീർത്താണ് മെഡൽ ഉറപ്പാക്കിയത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ 4ാം വെങ്കലമാണിത്. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം, ആകെ 13 മെഡലുകളാണ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരമെന്ന അനുപമ നേട്ടവുമായാണ് മുൻ നായകനും ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പറും ഇതിഹാസ താരവുമായ PR ശ്രീജേഷ് കരിയർ അവസാനിപ്പിച്ചത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ്, 2024 പാരീസ് ഒളിമ്പിക്സ് പോരാട്ടങ്ങളിലാണ് വെങ്കല നേട്ടം. പാരീസിൽ ഇന്ത്യ വെങ്കലം നേടിയതിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് 36-കാരനായ ശ്രീജേഷിനോട് തന്നെ. ഫൈനലിൽ അവസാന നിമിഷങ്ങളിലടക്കം ഉജ്ജ്വലമായ ഒട്ടേറെ രക്ഷപ്പെടുത്തലുകൾ. പോരാട്ടങ്ങളിലുടനീളം ശ്രീജേഷ് പോസ്റ്റിനു മുന്നിൽ മഹാമേരുവായി നിന്നു. ക്വാർട്ടറിൽ ബ്രിട്ടനെതിരെ ഷൂട്ടൌട്ടിലും ഒരു നിർണായക സേവ് നടത്തി കരിയറിന്റെ സായാഹ്നത്തിലും ശ്രീജേഷ് വെട്ടിത്തിളങ്ങിയാണ് കളമൊഴിയുന്നത്. 2 ഒളിമ്പിക്സ് വെങ്കല മെഡലുകൾ, 2 ഏഷ്യൻ ഗെയിംസ് സ്വർണവും 1 വെങ്കലവും, ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ വെങ്കലം, ഏഷ്യ കപ്പിൽ വെള്ളി, 2 ചാമ്പ്യൻസ് ട്രോഫി വെള്ളി നേട്ടങ്ങൾ തുടങ്ങി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ 4 സ്വർണം, 1 വെള്ളി, ലോക ലീഗ് പോരിൽ വെങ്കല നേട്ടം, 2 കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി എന്നിവയാണ് ശ്രീജേഷിന്റെ നേട്ടങ്ങൾ. ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച അസാമാന്യ പ്രതിഭാശാലിയായ ഹോക്കി താരം, 18 വർഷം നീണ്ട അസാധ്യമായ കരിയർ. അതിനിടെ ദീർഘകാലം ഇന്ത്യൻ നായകനായി. ഇന്ത്യക്കായി കളിച്ചത് 335 മത്സരങ്ങൾ, നിരവധി ഐതിഹാസിക സേവുകളുടെ നീണ്ട ചരിത്രം. ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ ശ്രീജേഷിന്റെ പേരും ഇനി തങ്കലിപികളാൽ അലങ്കരിക്കപ്പെടും. 2 ഒളിമ്പിക്സ് മെഡലുകൾ ഹോക്കിയിൽ ഇന്ത്യ തുടരെ നേടുന്നത് 52 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ്. ആ നേട്ടത്തിലേക്കുള്ള യാത്രയിൽ ശ്രീജേഷ് മുഖ്യ കണ്ണിയായതിൽ കേരളത്തിനും അഭിമാനിക്കാം.